ഇപ്പം മൃദുല ഫുള്ള് ഇപ്പം ബെഡ് റെസ്റ്റ് ആണ്. ബെഡ് റെസ്റ്റ് ആയിട്ടാണ് ഇറങ്ങി നടക്കുന്നത്. അല്ല റെസ്റ്റും ഭയങ്കര ഈ വെള്ളത്തിന്റെ തുള്ളി തറയുണ്ട്, സ്ലിപ്പ് ആവും ചിലപ്പോ. കൊച്ചു ഏത് ഭാഗത്ത് കിടക്കുന്ന അമ്മയുടെ ഇതിന് സസ്പെൻസ് ഒന്നുമില്ല, ആൾറെഡി അമ്മയൊക്കെ അറിയാം. നമ്മൾക്ക് എനിക്കൊരു മുമ്പേ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം അവളെ പീരീഡ്സ് ലേറ്റ് ആയതുകൊണ്ട് അമ്മയ്ക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമ്മയെ പറയായിരുന്നു, കളിയാക്കുമായിരുന്നു എന്റെ ഒക്കെ കൊച്ചു എപ്പോഴും. പക്ഷെ നമ്മൾ അവരുടെ ആരും പറയാതെ വെച്ചിരുന്നെങ്കിൽ ഇവര് ഭയങ്കര ഞെട്ടലുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ നമുക്ക് കറക്റ്റ് പീരീഡ്സ് ആവുന്ന ഡേറ്റ് അമ്മ ഓർത്ത് വെച്ചിരുന്നു. അമ്മ ഇങ്ങോട്ട് പറഞ്ഞു 17-ാം തീയതി പീരീഡ്സ് ആവുന്നു, ആയില്ലല്ലോ. അമ്മ ഓർത്ത അമ്മയ്ക്ക് കറക്റ്റ് അറിയാം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ സസ്പെൻസോ വേറെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നാട്ടുകാർ പറഞ്ഞു നല്ല വീഡിയോ എടുത്തത് എല്ലാരും അറിഞ്ഞു. ഇല്ല നമ്മള് നാട്ടുകാരുടെ കാര്യത്തും പറയത്തില്ല, നിങ്ങൾ പറയില്ല കേട്ടോ. ആരും അച്ഛനാവാൻ പോവാടാ, കുറച്ച് മെച്ചൂരിറ്റി കാണിക്കും. നീ ആദ്യം നിക്കറൊക്കെ ഒന്ന് മാറ്റി നിന്റെ കൊള്ളത്തില്ല. ഇതൊക്കെ എടുത്ത് അകത്തില്. അമ്മ ഞാനൊരു അച്ഛനാവാൻ പോവാ. ഭാഗ്യം നീ അമ്മയാവാത്തത്. ഇതെന്റെ അമ്മയാ. അമ്മ ഇത് അമ്മയ്ക്ക് മുമ്പേ അറിയായിരുന്നു. അമ്മയും കാശ്മീരിക്ക് കൂടെ കൂടെ വന്ന് വയറ് തടവിട്ട് ഇങ്ങനെ കളിക്കുക. അമ്മയുടെ എത്ര മാസമായിരുന്നു പ്രസവം? 3 മാസം. കറക്റ്റ് 1 വർഷം ആയപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ വേണ്ടാന്നോ 1 വർഷം കഴിഞ്ഞിട്ട് മതി, അങ്ങനെ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ദൈവം തരുന്നതല്ലേ, കൈ നീട്ടി സ്വീകരിക്കുക. ഇപ്പൊ ഒരുപാട് പിള്ളേർക്ക് ഇപ്പൊ ഈ ഫുഡിന്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊച്ചുങ്ങളില്ലാത്ത ഒരുപാട് നമ്മളെ അയലൊക്കെ തന്നെ ഒരുപാട് കൊച്ചുങ്ങളില്ലാത്തവർ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ദൈവം തരുമ്പോ കല്യാണത്തിന് നമ്മള് 3 പേരായിരിക്കും. നമുക്ക് ഞാൻ പഠിച്ചമ്മ, എനിക്ക് ഇത്രയൊക്കെ പഠിച്ചത് ഇനി പഠിക്കണം. ഞാൻ ചോദിച്ചു നിനക്ക് എന്തായാലും അമ്മയ്ക്ക് അപ്പൊ നമുക്ക് ഇപ്പൊ കറക്റ്റ് അതായത് റെസ്റ്റ് വേണ്ട സമയമാണ്. നല്ല ഫുഡ്, നല്ല ഫ്രൂട്ട്സ്, നല്ല മീൻ, അങ്ങനെ ഓരോന്നോരോന്ന് അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അമ്മ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ എന്താ വേണം നിനക്ക്, എന്താ വേണം. മൃദുലയ്ക്ക് ഇപ്പൊ ഫുഡിനോടൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളാ തിന്നുന്നത്. ഓറഞ്ച് മാത്രം മുഴുവനെക്കാട്ടി വയറുണ്ട് എനിക്ക്. ഇത് കാര്യം എവിടെയെങ്കിലും ചെല്ലുമ്പോ നമ്മള് പിന്നെ കുടുംബ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പറയാം, അവ കൊണ്ടുകൊടു ചക്ക കൊണ്ട് അവ കൊണ്ടുകൊടു. ഒരു പരിഗണന കിട്ടുന്നില്ല നിനക്ക്. പതിയെ സൂക്ഷിച്ചിറങ്ങണം, നമുക്ക് എന്താ വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കൊണ്ടുതരും. പക്ഷെ ഇപ്പഴെങ്ങനെ ഇരിക്കുന്നത്, നേരത്തെ മുഖത്ത് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പൊ ശരി, ഇപ്പൊ നല്ല മാറി. ഇപ്പൊ ഇടയ്ക്ക് നമ്മള് കുടുംബ വീട്ടിലൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും തന്നെ എവിടെ മുഖം കാണുമ്പോഴേ ആൾക്കാർ മുഖം കണ്ടിട്ട് അതൊക്കെ എങ്ങനെയാണ് മുഖം കണ്ടിട്ട് അങ്ങനെ അറിയാൻ പറ്റുന്നത്. എവിടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നത്. അപ്പൊ എനിവേ മൃദുല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. എന്റെ പോലെ അച്ഛനായി എനിക്ക് വിശ്വസിക്കാൻ അമ്മയായി. കൊച്ചാന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഗ്യാസിന്റെ ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഇവർക്ക് ഭയങ്കര ഗ്യാസിന്റെ പ്രോബ്ലമാണ്. ഒരുപാട് സന്തോഷം നമ്മുടെ കുടുംബത്തോട്ട് ഒരാളും കൂടി വരുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനൊരു അച്ഛനാവും പറഞ്ഞ് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. എനിക്ക് എന്തോ പെട്ടെന്നൊക്കെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു ഞാനിപ്പം ഓരോ ദിവസവും ഇങ്ങനെ വേറെ പാട്ടൊക്കെ കേട്ടോണ്ടായിരിക്കുന്ന അതാണ് നമുക്കൊരു വേറൊരു മൂഡിലാണ് ഇപ്പൊ. എവിടെ നിന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി. അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. അടിപൊളി. ആ ഒരു ഫീൽ വരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോ അവരാ സ്റ്റേജിൽ എത്തി. അപ്പൊ മനസ്സിലായി എനിക്കൊരു കുഞ്ഞാവാൻ പോകുന്നു. ഗൈസ്, ഇതേ വിശേഷം അറിഞ്ഞിട്ട് മധുരമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളോട് എല്ലാവരും. ഇനി എന്തിനു വേണോ എടാ തിന്ന് കയറ്റി നമ്മക്കൊന്നും കിട്ടും. എല്ലാരും തിന്നട്ടോ, നമ്മോട് തരണേ. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഇതൊക്കെ മതി.
കൊച്ചിന്റെ അച്ഛൻ ആദ്യം കൊടുക്കട്ടു. മൃദുലേക്ക് ഫുഡിന്റെ അഭിഷേകമാണ്. ഈന്തപ്പഴം, ബദാം, ഇവിടെ എല്ലാം ആലോചിച്ച് കളയാതല്ലേ. ഫുഡ് ആലോചിക്കുമ്പോഴേ ഒന്നും കഴിക്കണം. ചോറ് വേണ്ട. ഇപ്പം പിറ്റേന്നായി സംഭവം. അപ്പം ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പോയിട്ട് ഡോക്ടറിനെ കാണണം. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ന് മൃദുലയുടെ വീട്ടിൽ പോകണം. എന്നിട്ട് മൃദുലയുടെ അമ്മയുടെ അച്ഛനടുത്ത് പറയണം, മൃദുലയുടെ ചേച്ചിയെടുത്ത് പറയണം. ഇന്നലെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മനമറുപ്പ് പോലെയും ഒരു വയറ്റ് വേദനയും ഒക്കെ ഉണ്ടായിരുന്നു രാത്രി. എനിക്കിപ്പോ ഉള്ള പ്ലാൻസ് ഇതെല്ലാം എല്ലായിടത്തും ഒന്ന് പറയണം, എന്നിട്ട് വേണം ഒന്ന് തീരുമാനിക്കുക. ഇതിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചോണ്ട് കിടക്കുന്ന പോലെ അങ്ങ് പറഞ്ഞോളാഞ്ഞ് വയ്യ. അത് നിങ്ങളുടെ അടുത്താണ്, ക്യാമറ എടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ അടുത്താണ് ആദ്യം പറഞ്ഞത്. ആവശ്യം നമ്മള് ഹോസ്പിറ്റലിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി നേരെ മൃദുലയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം സ്കാനിങ്ങിന് 10-ാം തീയതിയിലേക്ക് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറച്ചൊരു വയറ്റ് വേദനയുണ്ട്. അത് അടിവയറാണെങ്കിൽ അത് പേടിക്കണം. മേളത്തെ വയറൊക്കെ ഗ്യാസിന്റെ ഗ്യാസ് കയറിയിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പഴേ എനിക്കൊന്ന് വീർത്ത് കണ്ട ഒരു 3 മാസത്തിന് മേലെ തോന്നിക്കും. ചെക്ക് ഒന്നും ചെയ്ത് നോക്കിയില്ല. ഇതുപോലെ നേരത്തെ പീരീഡ്സ് ആയ ഡേറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 5 ആഴ്ചയോ 5 ദിവസമായി എന്ന് പറഞ്ഞു. ഇപ്പൊ സ്കാൻ ചെയ്താൽ ഒന്നും കാണത്തില്ല. അത് ഫസ്റ്റ് അല്ലേ. അപ്പോൾ 10-ാം തീയതിക്ക് എഴുതി തന്നു. പിന്നെ അതുവരെ കഴിക്കാനുള്ള ഫോളിക് ആസിഡ് ഗുളിക തന്നു. പിന്നെ എനിക്ക് ചുമയും കഫവും ഉള്ളത് കൊണ്ട് കഫത്തിന്റെ മരുന്ന്, മൂക്കിലൊഴിക്കാൻ മരുന്ന്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പാവം. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിൽ പറയാൻ. അതെ, മൃദുലയുടെ അമ്മ അച്ഛനടുത്ത് പറയാൻ വേണ്ടി പോവാണ്. അയ്യോ, എല്ലാ ഡ്യൂട്ടി ആയിട്ടുണ്ട്. എനിക്ക് ഒട്ടും എനർജി ഇല്ല. നീയാണോ പറയാൻ? ഏട്ടൻ പറയണം എങ്ങനെ അവതരിപ്പിക്കാനാ പ്ലാൻ, മറ്റേ അത് കാണിക്കണോ എന്താ പ്ലാൻ, എങ്ങനെ ഏട്ടന്റെ കയ്യിലെ ഐഡിയ. മൃദുല ഭയങ്കര ടയേർഡാട്ടോ. ഇപ്പോഴേ ടയേർഡാണ് മൃദുല. അവളെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കുത്തി വേനിക്കുന്ന കേട്ടാ വയറ്. മൃദുലയുടെ വീട്ടിൽ വന്നിട്ട് വരാം. നമ്മൾ മൃദുലയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഭയങ്കര പാചകം മണമൊക്കെ വരുന്നു. എടുക്കല്ലേ എന്നത് എടുക്കും. വാ വാ, കൊച്ചുമില്ല, ഞാനേ അവള് മാത്രമേ ഉള്ളൂ. അതെന്തോ വന്നെന്നൊന്നും ചോദിച്ചില്ല. വിളിച്ചു പറഞ്ഞിട്ട് വന്നോടായിരുന്നോ എന്നോ ചോദിച്ചു. എനിക്ക് വേണോ? അതാ സെറ്റാണോ? എന്തോടി അതാ എന്തുകൊണ്ട് വിശേഷം? നിങ്ങൾ പറയാൻ വിശേഷം? ഇത്രയും നാളായി കൈ നീട്ട്, ഒരു കാര്യം തരാം. കണ്ണടാ, അതിന് തുറന്നു നോക്ക്. മനസ്സിലായി വിശേഷമുണ്ട്. അവളിപ്പോ പുല്ലൂർ ആശുപത്രി പോയിട്ട് വരുന്ന വഴിയാ. 10-ാം തീയതി ടെസ്റ്റിന് സ്കാനിങ് എഴുതത്. അല്ല, അവക്ക് ഗ്യാസിന്റെ ആണ്. പെട്ടെന്ന് എല്ലാ കാര്യവും പെട്ടെന്നാണ്. എല്ലാം പെട്ടെന്നാണ്. എല്ലാരും ഞാൻ ചോദിച്ചത് അതാ. ഇന്നലെ പോയി ലാബിലും പോയി ടെസ്റ്റ് ചെയ്ത്, നമ്മളെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിരുന്നു. ഞാൻ അന്ന് ആ ഫേസ് കണ്ടിട്ട് തന്നെ
അല്ല നമുക്ക് ഇവിടുന്ന് വന്നപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല ആ ഫേസിന്റെ ഇവളെ മുഖത്തൊന്ന് കാണാറുണ്ടല്ലേ? ആ മുഖത്തിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനകത്ത് എനിക്കിപ്പം 48-49 വയസ്സായുള്ളൂ. അപ്പൊ ഈ 49 വയസ്സിനകത്ത് 3 കൊച്ചുമക്കളുടെ ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് മുഖത്തിന് ഇത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുഖം കാണുമ്പോ തന്നെ ഇത് ഓപ്പി എടുക്കാൻ പോയപ്പോ ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചു ഗൈനക്കോളജിനെ കാണാനാണോ? അങ്ങനൊരു കാര്യമുണ്ട്. ഇപ്പൊ അവള് ചേച്ചി ഇനി തിങ്കളാഴ്ച ബ്ലഡ് ടെസ്റ്റ് എന്തിനാ കാണിക്കണം? മധുരമുള്ള കുടിച്ചു ലേഡി. അതെന്തോ പഴം ഇനിയിപ്പോ എല്ലാം ലൈറ്റ് ഫുഡിലേക്ക് കൊടുക്കാവോ? ഞാൻ ഇരുന്നാളാ, നീ കഴി. എന്തായാലും നീ ഒന്ന് കൊടുക്കാം. പാലും പഴവും പാലും പഴം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൊടുക്ക്. എനിക്കല്ല, അവിടെ കൊടു. ആദ്യം പ്രേമിനാ കൊടുക്കേണ്ടത്. അത് കുഴപ്പമില്ല, അവിടെ കൊടുത്ത. ആദ്യം ഉമ്മ കൊടുക്കണ്ടേ അവരാ? എന്റെ സന്നദ്ധ മീൻ ചേച്ചി വിളിയടി, ചേച്ചി വിളി. അവക്കറിയാലോ, മൂന്നാമത്തെ അല്ലേ അവക്കറിയാം. എല്ലാരും കൂടെ ചേർന്ന് പറ. നീ ഒരു വലിയ മച്ചായെന്ന് പറ. നീ ഒരു വലിയ വലിയ മച്ചി. അത് പറയാനാ ഇവിടെ വന്ന. നിങ്ങൾ ഇന്നലെ പോന്നോന്ന് ചോദിച്ചേ. നീ വലിയ മച്ചി. ഇന്നലെ താങ്ക് യു. ടാറ്റ. ഇനി എപ്പോഴാ അങ്ങോട്ട് വരുന്നേ? നാളെ വൈകിട്ട് പോട്ടാ. ടാറ്റ. നല്ല വെയിലാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാ കേട്ടോ. കുറെ നേരം കിടന്ന് ഉറക്കമായിരുന്നു. ഉറങ്ങി, ഫുഡൊക്കെ കഴിച്ച്. ഞാൻ ഉറങ്ങി, എവള് ഫോണിൽ കളിച്ചോണ്ടിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച്. ഇപ്പൊ സമയം ഏതാണ്ട് 3 മണിയായി കേട്ടോ, വൈകിട്ടായി. അങ്ങനെ നമ്മൾ വീട്ടില് അവതരിപ്പിച്ചു, വീട്ടിൽ പറഞ്ഞു. ഭയങ്കര ഹാപ്പി കേട്ടോ, അവളെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര ഹാപ്പി. എന്ത് പറയുന്നത്, ഞാനല്ല ആദ്യമായിട്ട് ആ ഒരു ഫീലിങ്സ് അവരുടെ മുഖത്തു നിന്ന് എനിക്ക് കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. നമ്മളിത് ഈ വ്ളോഗ് ഇവിടെ ഹാപ്പി ആയിട്ട് നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഗൈസ്, ബൈ ആൻഡ് ലവ് യു. നിങ്ങളെ കൊച്ചു പറ. ബൈ. ഇനി കൊച്ചു വരുമ്പോ വരാം. എന്തൊരു നീ തന്നെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ, ഇതെന്ത് എന്താ പറഞ്ഞേ? കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോ ഇങ്ങോട്ട് വീഡിയോ കാണുമ്പോ കൊച്ചു ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോ വേണോന്ന് പറയായിരുന്നു.